പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള ചാലിശ്ശേരി സാമൂഹികാരോഗ്യ കേന്ദ്രത്തെ ആരോഗ്യരംഗത്തെ നൂതന സാങ്കേതിക സംവിധാനങ്ങൾ സജ്ജമാക്കി ആധുനികവൽക്കരിക്കുമെന്ന് വി.ടി. ബൽറാം എം.എൽ.എ. CHCയിൽ സന്ദർശനം നടത്തിയ ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ ഒ കെട്ടിടം, നഴ്സിംഗ് സ്റ്റേഷൻ, ഡയാലിസിസ് സെന്റർ, രോഗികളുടെ കിടത്തി ചികിത്സാ കെട്ടിടം, കോൺഫറൻസ് ഹാൾ, ഫാർമസി, പാലിയേറ്റീവ് വിഭാഗം, കുത്തിവയ്പ് കേന്ദ്രം, ഓഫീസ് കെട്ടിടം, സ്റ്റാഫ് ക്വാർട്ടേഴ്സ് കെട്ടിടങ്ങൾ എന്നിവ സന്ദർശിച്ച എം.എൽ.എ. പഴയ കെട്ടിടങ്ങൾ പൊളിച്ച് പുതിയത് നിർമ്മിക്കുന്നതിനും നിലവിലുള്ള പുതിയ കെട്ടിടങ്ങൾ കൂടുതൽ സൌകര്യപ്രദമാക്കുന്നതിനും വേണ്ടതായിട്ടുള്ള നിർദ്ദേശങ്ങൾ ആശുപത്രി അധികൃതരിൽ നിന്നും ആരാഞ്ഞു. താൻ എം.എൽ.എയും ഇ.ടി. മുഹമ്മദ് ബഷീർ എം.പിയുമായിരുന്ന കാലഘട്ടത്തിൽ സർക്കാർ തലത്തിൽ ആദ്യമായി കൊണ്ടുവന്ന ഡയാലിസിസ് സെന്റർ നൂറുകണക്കിന് പാവപ്പെട്ട വൃക്കരോഗികൾക്ക് സഹായകരമായതിനു പുറമെ കേരളത്തിന് മാതൃകയായതിൽ ചാരിതാർത്ഥ്യമുണ്ടെന്നും വി.ടി. ബൽറാം പറഞ്ഞു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിന്റെ അധീനതയിലുള്ള ചാലിശ്ശേരി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ എം.എൽ.എയുടെ ഇടപെടൽ മൂലമുണ്ടാകുന്ന പുതിയ വികസന മാറ്റങ്ങൾക്ക് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്നും കഴിയാവുന്ന പരമാവധി ഫണ്ട് നീക്കിവെക്കുമെന്നും ആശുപത്രി സന്ദർശനത്തിൽ എം.എൽ.എക്കൊപ്പമുണ്ടായിരുന്ന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി ഉറപ്പു നൽകി. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടി, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷക്കീന അക്ബർ, ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് UK സുരേഷ് ബാബു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹുസൈൻ പുളിയഞ്ഞാലിൽ, പഞ്ചായത്ത് അംഗങ്ങൾ, ആശുപത്രി സൂപ്രണ്ട് MS ശ്രീകുമാർ തുടങ്ങിയവരും എം.എൽ.എക്കൊപ്പം ഉണ്ടായിരുന്നു. താൽക്കാലികമായി തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാൻ ആശുപത്രി അധികൃതർ എം.എൽ.എക്ക് കൈമാറി. കുന്നത്ത് ആശുപത്രി എന്ന് മുൻകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന ചാലിശ്ശേരി സാമൂഹികാരോഗ്യ കേന്ദ്രത്തെ ഹൈടെക് സംവിധാനത്തിലേക്ക് ഉയർത്തുന്നതിന് ത്വരിതഗതിയിലുള്ള നടപടികൾ കൈക്കൊള്ളുമെന്ന് വി.ടി. ബൽറാം പറഞ്ഞു.